ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിന് മുതൽ അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു എപ്പിസോഡ് ചെയ്യാൻ കാരണം ചില ആളുകൾക്ക് ഇതിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ആരും പെർഫെക്റ്റ് അല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ യൂട്യൂബ് കമൻറ്റുകളിലൊക്കെ കാണുന്നുള്ളതുകൊണ്ട് ഞാൻ അതും കൂടെ അഡ്രസ്സ് ചെയ്യണമല്ലോ. കാരണം അത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു പാർട്ട് കൂടിയാണ് ഓഫ്കോഴ്സ്. അപ്പോൾ എന്ത് തന്നെയായാലും ആ വീഡിയോ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ആം, ഈസ്, ആർ എന്ന് 3 പദങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, എല്ലാത്തിൻ്റെ അർത്ഥം ആകുന്നു, ആണ് എന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. ഇത് ഓരോന്നും ഓരോ സബ്ജക്റ്റുകൾക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ രൂപത്തിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. ആം എന്നുള്ളത് എപ്പോഴും ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും വരിക. ഇത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെയാണ് വരിക. ആർ എന്ന് പറയുന്നത് പ്ലൂറലാണ്, പിന്നെ യു എന്ന് പറയുന്നതിൻ്റെ കൂടെയും ആറാണ് വരിക. ഓക്കെ, നമുക്ക് ഉദാഹരണങ്ങളുടെ അത് പഠിക്കാം. അപ്പോൾ ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ഓക്കെ, ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ചില ആളുകൾ പലപ്പോഴും ഞാൻ കമൻറ്റുകളിൽ കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പല ആളുകളും ഈ എ എന്നുള്ളത് ഒഴിവാക്കും എന്നുള്ളതാണ്. അത് ആഡ് ചെയ്യാൻ മറന്നുപോകും. ഐ ആം ഡോക്ടർ എന്ന് മാത്രം പറയും. അങ്ങനെ പറയുമ്പോൾ സെൻറ്റൻസ് യഥാർത്ഥത്തിൽ പൂർണ്ണമല്ല. ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ആ ഒരു ആണ് യഥാർത്ഥത്തിൽ എ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, ഐ ആം എ ഡോക്ടർ. അപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നത് എങ്ങനെയാണ്, യു ആർ ഗുഡ് ടീച്ചർ, യു ആർ എ ഗുഡ് ടീച്ചർ എന്ന് പറയുമ്പോഴാണ് ആ സെൻറ്റൻസ് പെർഫെക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഐൻ്റെ കൂടെ നമ്മൾ ആം ഉപയോഗിച്ചു, യുവിൻ്റെ കൂടെ ആർ എന്നും ഉപയോഗിച്ചു. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ നല്ലൊരു അധ്യാപകനാണ്, ടീച്ചറാണ്. ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. അവിടെയൊക്കെ ആ ഒരു എന്നുള്ളതിനാണ് നമ്മൾ എ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവൾ എൻ്റെ സുഹൃത്താണ്. ഓക്കെ, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഷീ ഈസ്, ഷീയുടെ കൂടെ ഈസ് ആണ് വരിക. ഓക്കെ, ഷീ ഈസ് മൈ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ നമ്മൾ എ ചേർക്കുന്നില്ല, കാരണം അവിടെ പകരം ആരുണ്ട്, മൈ എന്ന് പറയുന്ന ആൾ. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് അവൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എ ആവശ്യമില്ല. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എക്ക് പകരം അവിടെ മൈ എന്ന് പറയുന്ന വേറൊരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ജോൺ വളരെ ബുദ്ധിമാനായൊരു കുട്ടിയാണ്. ഓക്കെ, ക്ലവർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. എങ്ങനെ പറയും, ജോൺ ഈസ് എ ക്ലവർ ബോയ്. ഓക്കെ, ബുദ്ധിമാനായൊരു ആൺകുട്ടിയാണ് ജോൺ. ഓക്കെ, അവിടെ എ നമുക്ക് വേണം. ഇനി അതൊരു പശുവാണ്, ഇറ്റ് ഈസ് എ കൗ. ഓക്കെ, അവിടെ എ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഞാനൊരു പെൺകുട്ടിയാണ്, ഐ ആം എ ഗേൾ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കാണാം ഷീയുടെ കൂടെ ഈസാണ് യൂസ് ചെയ്ത്, ജോണിൻ്റെ കൂടെ ഈസാണ് യൂസ് ചെയ്ത്, ഇറ്റിൻ്റെ കൂടെയും ഈസാണ് യൂസ് ചെയ്ത്, ഐ വന്നപ്പോൾ ആം ആയി അല്ലേ. എല്ലാത്തിൻ്റെ അർത്ഥം എന്താണ്, ഒന്നിനാണ്. ഐ ആം എ ഗേൾ. ഓക്കെ, ഞാൻ അല്ല എന്ന് പറയുകയാണെങ്കിലും ഐ ആം നോട്ട് എ ഗേൾ. വളരെ സിമ്പിളാണ്. ഇനി ഞാനൊരു പെയിൻറ്ററാണ്, ഐ ആം എ പെയിൻറ്റർ, ഞാനൊരു പെയിൻറ്ററാണ്. ഓക്കെ, ഇനി നീ ഒരു പെയിൻറ്റർ ആണെന്നെങ്കിൽ യു ആർ എ പെയിൻറ്റർ, നീ ഒരു പെയിൻറ്ററാണ്. ഓക്കെ, ഇനി നീ സ്കോട്ട്ലൻഡിൽ നിന്നാണ്, എങ്ങനെ പറയും, യു ആർ ഫ്രം സ്കോട്ട്ലൻഡ്, സ്കോട്ട്ലാൻഡ്. ഓക്കെ, നീ സ്കോട്ട്ലൻഡിൽ നിന്നാണോ എന്നെങ്ങനെ ചോദിക്കും, ആർ യു ഫ്രം സ്കോട്ട്ലൻഡ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നീ ഒരു പെയിൻറ്ററാണ്, നീ ഒരു പെയിൻറ്റർ ആണോ എന്നെങ്ങനെ ചോദിക്കും, ആർ യു എ പെയിൻറ്റർ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സംഗതികളാണ് നമ്മൾ പറയുന്നത്. ഇനി എൻ്റെ സഹോദരി ഒരു നേഴ്സാണ്, എങ്ങനെ പറയും, മൈ സിസ്റ്റർ ഈസ് എ നേഴ്സ്. ഓക്കെ, ഈസ് എ നേഴ്സ്, ഒരു നേഴ്സാണ്. ഓക്കെ, ഇനി ഞാൻ ലേറ്റാണ്, എങ്ങനെ പറയും, ഐ ആം ലേറ്റ്. അവിടെ എന്താ നമ്മൾ എ ലേറ്റ് എന്ന് പറയുന്നത്, ഐ ആം എ ലേറ്റ് എന്ന് പറയുന്നത്. ഐ ആം ലേറ്റ്, ഞാൻ ലേറ്റ് ആണെന്നാണല്ലോ പറയുന്നത്. ഞാനൊരു ലേറ്റ് ആണെന്ന് പറയുമോ, ഞാൻ ഒരു വൈകി വന്നവനാണ് എന്ന് നമ്മൾ പറയാറില്ലല്ലോ. ഇല്ല, അവിടെ നമുക്ക് ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എ ഒഴിവാക്കുന്നു, ഐ ആം ലേറ്റ്. ഓക്കെ, പിന്നെ നീ ലേറ്റ് അല്ലെങ്കിൽ ഐ ആം നോട്ട് ലേറ്റ്. ഐ ആം നോട്ട് ലേറ്റ്, ഞാൻ ലേറ്റ് അല്ല. ഇനി ഞാൻ ലേറ്റ് ആണോ എന്നങ്ങനെ ചോദിക്കും, ആം ഐ ലേറ്റ്. ഓക്കെ, ഇനി നമ്മൾ വളരെ ഉറക്കച്ചടവൊക്കെ ഉള്ള ആളുകളായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് എന്ത്, സ്ലീപ്പി. ഓക്കെ, അപ്പോൾ നീ അങ്ങനെയാണ് എന്ന് പറയുന്നത് എങ്ങനെ, യു ആർ സ്ലീപ്പി. ഓക്കെ, അല്ലെങ്കിൽ യു ആർ നോട്ട് സ്ലീപ്പി. ഓക്കെ, നോട്ട് സ്ലീപ്പി. ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നീ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ആർ യു സ്ലീപ്പി, നീ സ്ലീപ്പി ആണോ എന്ന് ചോദിക്കും. ഓക്കെ, നീ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ആർ എൻ ജി യു
sleepy? Okay, aren't you sleepy? ഇനി ഞാൻ ക്ഷീണിതനാണ് എന്നെങ്ങനെ പറയും? I am tired. അവിടെ നമ്മൾ I am a tired എന്ന് പറയില്ല. കാരണം എന്താ, ഞാനൊരു ക്ഷീണിതനാണ് നമ്മൾ പറയില്ല അല്ലേ. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു ഡോക്ടറാണെന്ന് പറയുന്ന പോലെ ഞാനൊരു ക്ഷീണിതനാണ്, ഞാനൊരു ടയേർഡാണെന്ന് പറയില്ല. ഞാൻ ടയേർഡാണ്, ഞാൻ ക്ഷീണിതനാണ്. അപ്പോൾ I am tired എന്ന് മതി. ഓക്കെ, ഇനി അവർ തയ്യാറാണ് എങ്ങനെ പറയും? They are ready. ഓക്കെ, അവർ തയ്യാറാണോ എന്നിങ്ങനെ ചോദിക്കും. Are they ready? അവർ തയ്യാറാണോ? ഇനി എൻ്റെ അച്ഛൻ ഓഫീസിലാണ് അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ് എന്നെങ്ങനെ പറയും? മൈ ഫാദർ ഈസ് അറ്റ് വർക്ക്. ഓക്കെ, അവിടെ നമ്മൾ ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫാദർ എന്താണ്? സിംഗുലർ ആണ്. ഈസ് അറ്റ് വർക്ക്, അപ്പോൾ ഓഫീസിലായിരിക്കുക അല്ലെങ്കിൽ ജോലിയിലായിരിക്കുക, ജോലി സ്ഥലത്തായിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈസ്, ആം, ആറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു കാര്യം ഇന്ന ഇന്ന രൂപത്തിലാണ് അല്ലെങ്കിൽ ഇന്ന അവസ്ഥയിലാണ് എന്നൊക്കെ പറയാനാണ്. ഓക്കെ, ഇനി ട്രിഷി ആൻഡ് സൂസി ആർ മൈ ക്യാറ്റ്സ്. അത് രണ്ടും, ട്രിഷിയും സൂഷിയും ഒക്കെ എൻ്റെ ക്യാറ്റ്സ് ആണ്, പൂച്ചകളാണ്. ഓക്കെ, ഇനി മായ ആൻഡ് മീര ആർ ഗുഡ് ഫ്രണ്ട്സ്. നല്ല സുഹൃത്തുക്കളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു കാര്യം അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല, അങ്ങനെയാണോ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഈ രൂപത്തിൽ നമുക്ക് ഈസ്, ആം, ആറൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി വേറെയും കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം, ഒന്നും കൂടെ സിമ്പിളായിട്ട്. ഹീ ഈസ് എ ഡോക്ടർ. അവനൊരു ഡോക്ടറാണ്. ഇനി നമ്മൾ അവനൊരു ഡോക്ടറാണോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ഹീ എ ഡോക്ടർ? ഓക്കെ, അവനൊരു ഡോക്ടറല്ല. ഹീ ഈസ് നോട്ട് എ ഡോക്ടർ. അവനൊരു ഡോക്ടറല്ല. അവനൊരു ഡോക്ടറല്ലേ എന്നെങ്ങനെ ചോദിക്കും? ഈസൻറ്റ് ഹീ എ ഡോക്ടർ? ക്വസ്റ്റ്യൻ മാർക്ക്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, ഈസ് ഹീ നോട്ട് എ ഡോക്ടർ? അവനൊരു ഡോക്ടർ അല്ലേ എന്ന് ഈ രണ്ട് രൂപത്തിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അവൻ വളരെയധികം സന്തോഷവാനാണ്. അവൻ സന്തോഷവാനാണ്. ഹി ഈസ് ഹാപ്പി. ഓക്കെ, അവനാണോ? അവൻ സന്തോഷവാനാണോ? ഈസ് ഹി ഹാപ്പി? അവൻ സന്തോഷവാനല്ല. ഹി ഈസ് നോട്ട് ഹാപ്പി. അവൻ സന്തോഷവാനല്ലേ? ഈസിൻറ്റ് ഹി ഹാപ്പി? ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ വളരെ സിമ്പിളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു. ഇനി WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക? അതും വളരെ എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉദാഹരണം തന്നെ എടുക്കുക. അവൻ സന്തോഷവാനാണ്. എന്തുകൊണ്ട് അവൻ സന്തോഷവാനാണ് എന്നെങ്ങനെ ചോദിക്കും? വൈ ഈസ് ഹി ഹാപ്പി? വൈ ഈസ് ഹി ഹാപ്പി? ഓക്കെ, അതുപോലെ തന്നെ എങ്ങനെ അവൻ സന്തോഷവാനാണ്? ഹൗ ഈസ് ഹി ഹാപ്പി? ഓക്കെ, ഇനി നെഗറ്റീവായിട്ട് ചോദിക്കുകയാണെങ്കിൽ വൈ ഈസൻറ്റ് ഹി ഹാപ്പി? അവൻ എന്തുകൊണ്ട് സന്തോഷവാനല്ല എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, സിമ്പിളാണ്. ഇനി അതുപോലെ തന്നെ കുറച്ചുകൂടി ഉദാഹരണങ്ങൾ. വൈ ആർ യു സാഡ്? നീ എന്തുകൊണ്ടാണ് ദുഃഖിതനായിരിക്കുന്നത്? ഓക്കെ, നീ എന്തുകൊണ്ടാണ് ദുഃഖിതനായിരിക്കുന്നത്? നീ ദുഃഖിതനാണോ എന്നാണെങ്കിൽ ആർ യു സാഡ്? ഓക്കെ, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, ഇനി വേറെ ഉദാഹരണം. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവാണ് അല്ലേ, രാഷ്ട്രപിതാവാണ്. ഫാദർ ഓഫ് അവർ നേഷൻ. ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. ഇനി അവർ നല്ല ആളുകളാണ്. ദേ ആർ ഗുഡ് പീപ്പിൾ. ഓക്കെ, അവർ നല്ല ആളുകളാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ടുഡേ ഈസ് ഫ്രൈഡേ. ഓക്കെ, പിന്നെ ഇത് വൃത്തികെട്ടതാണ്. ഇറ്റ് ഈസ് ഡേർട്ടി. വൃത്തികെട്ടതാണ്. ആ സ്ഥലം അപകടകരമാണ് അല്ലെങ്കിൽ അത് അപകടകരമായൊരു സ്ഥലമാണ്. എങ്ങനെ പറയും? ദാറ്റ് പ്ലേസ് ഈസ് ഡേഞ്ചറസ്. ആ സ്ഥലം അപകടകരമാണ്. നീ ഓക്കെ അല്ലേ? ആർ യു? നീ ഓക്കെ ആണോ? ആർ യു ഓക്കെ? ഓക്കെ, ഐ ആം ഓക്കെ. ഞാൻ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കാവുന്ന 3 വാക്കുകളാണ് ആം, ആർ, ഈസ്. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു സംഗതി മറ്റൊരു സംഗതിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ആറിൻറ്റ്, അതുപോലെ തന്നെ ഈസിൻറ്റ്, ആമൻറ്റ്. ഓക്കെ, ഈ 3 ഇതൊക്കെ നെഗറ്റീവ് ആണല്ലോ, ഇതിൻ്റെ നെഗറ്റീവ് ഫോമുകളാണല്ലോ. ആറിൻറ്റ്, ഈസിൻറ്റ്, ആമൻറ്റ്.
ഇതിനെല്ലാം കൂടെ പകരം ഈ മൂന്നെണ്ണത്തിനും ഈക്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല എയിൻറ്റ് എന്ന് പറയും. ഓക്കെ, ആറിൻ്റെ ഒന്നും അതിനർത്ഥമുണ്ട്, ഈസിൻ്റെ ഒന്നും അർത്ഥമുണ്ട്, ആമിൻ്റെ ഒന്നും അർത്ഥം. അപ്പോൾ ഇതിൽ ഏത് വരികയാണെങ്കിലും പകരം അവിടെ എയിൻറ്റ് എന്ന് യൂസ് ചെയ്യാറുണ്ട് ചില ആളുകൾ. പക്ഷേ ഇത് ഒരു ഫോർമൽ ഇംഗ്ലീഷിലൊന്നും ഇത് ഒരിക്കലും ഉപയോഗിക്കാറില്ല. അമേരിക്കക്കാരാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമെയിലുകളിലോ ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളിലൊന്നും ഇത് ആഡ് ചെയ്യരുത്. ഇനി എവിടെയെങ്കിലും വെച്ച് ഇവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അതിനർത്ഥം സന്ദർഭത്തിനനുസരിച്ച് ആറിൻ്റെ എന്നോ ഈസിൻ്റെ എന്നോ ആമിൻ്റെ എന്നോ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണണം.